നമ്മുടെ രാജ്യത്തിന്റെ ജീവനാഡിയാണ് ഇന്ത്യൻ റെയിൽവേ. യാത്രക്കാർക്ക് മികച്ച സൗകര്യം ഒരുക്കുന്നതിനൊപ്പം രാജ്യത്തെ കർഷകർക്കും വ്യവസായികൾക്കും കൂടുതൽ സഹായകരമാകുന്ന രീതിയിൽ റെയിൽവേയെ മാറ്റാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനായി റിഫോം എക്സ്പ്രസ് എന്ന പേരിൽ വലിയൊരു പരിഷ്കരണ യജ്ഞത്തിനാണ് റെയിൽവേ മന്ത്രാലയം തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ, അതായത് 52 ആഴ്ചകൾ കൊണ്ട് 52 സുപ്രധാന മാറ്റങ്ങൾ റെയിൽവേയിൽ വരുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഏറ്റവും പുതിയ 8 ഘടനാപരമായ പരിഷ്കാരങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതോടെ ഈ പദ്ധതിക്ക് കീഴിൽ ഇതുവരെ നടപ്പിലാക്കിയ ആകെ പരിഷ്കാരങ്ങളുടെ എണ്ണം 17 ഉയർന്നിരിക്കുകയാണ്. ഈ പുതിയ മാറ്റങ്ങൾ രാജ്യത്തിന് എങ്ങനെയാണ് പ്രയോജനപ്പെടുക എന്ന് നമുക്ക് നോക്കാം. പുതിയ പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന ചരക്കു നീക്കത്തിലാണ്. വ്യവസായശാലകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങൾ, പ്രത്യേകിച്ച് താപനിലയങ്ങളിലെ ഫ്ലൈ ആഷ് അഥവാ കരിപ്പൊടി മുൻപ് തുറന്ന തീവണ്ടികളിലായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഇത് വലിയ തോതിൽ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം പരിസ്ഥിതിക്ക് ഒട്ടും കോട്ടം തട്ടാത്ത രീതിയിൽ പൂർണ്ണമായും അടച്ചുപൂട്ടിയ അത്യാധുനിക ക്ലോസ്ഡ് കണ്ടെയ്നർ സംവിധാനത്തിലൂടെ മാത്രമേ ഇനി ഇത് കൊണ്ടുപോകൂ. ഇതിനൊപ്പം ചരക്കുകൾ കൊണ്ടുപോകുന്ന വ്യാപാരികൾക്കായി രാജ്യം മുഴുവൻ ബാധകമാകുന്ന ഒരൊറ്റ ലൈസൻസിംഗ് സംവിധാനവും ഏർപ്പെടുത്തി. ഇത് ചരക്കുകൾ ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നതിനുള്ള ചിലവ് വലിയ തോതിൽ കുറയ്ക്കും. സാധനങ്ങളുടെ കടത്തുകൂലി കുറയുമ്പോൾ വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ ഇത് പരോക്ഷമായി സഹായിക്കും. आज हमारे कंटेनर का ट्रेन ऑपरेशन 4 डिफरेंट टाइप के लाइसेंसेस में होता है. कौन सी कैटेगरी वाला कहां जा सकता है, कौन सी कैटेगरी वाला किस रूट पे जाएगा, कौन से उसके ओरिजिन होंगे, कौन से डेस्टिनेशन होंगे, कई तरह के रिस्ट्रिक्शंस है. उन सब रिस्ट्रिक्शंस को हटा के एक यूनिफाइड लाइसेंस व्यवस्था कंटेनर्स में लेके आ रहे हैं. ये रिफॉर्म है बहुत बड़ा. इससे कंटेनर बिजनेस अपने आप में एक സിഗ്നിഫിക്കന്റ്ലി സിംപ്ലിഫൈ हो जाएगा. നമ്മുടെ കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് മറ്റൊരു പ്രധാന പരിഷ്കാരം. കൃഷിക്കാവശ്യമായ വളം, ഭക്ഷ്യധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രക്രിയ റെയിൽവേ വളരെ ലളിതമാക്കി. മുൻപ് ഒരു ചരക്ക് ലോഡ് ട്രെയിൻ വന്നാൽ അതൊരു നിശ്ചിത സ്റ്റേഷനിൽ പൂർണ്ണമായി അൺലോഡ് ചെയ്യുന്നതുവരെ കപ്പൽ പോലെ കാത്തുകിടക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇനി മുതൽ ആവശ്യാനുസരണം വിവിധ റൂട്ടുകളിലെ ചെറിയ സ്റ്റേഷനുകളിൽ വെച്ച് തന്നെ ആവശ്യമായ കണ്ടെയ്നറുകൾ മാത്രമായി മാറ്റാനും സൂക്ഷിക്കാനും സാധിക്കും. ഇതുവഴി കർഷകർക്ക് കൃത്യസമയത്ത് വളവും വിത്തുകളും ഗ്രാമങ്ങളിൽ ലഭ്യമാകും. വണ്ടികൾ വെറുതെ കിടക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ റെയിൽവേക്ക് സമയവും ഒപ്പം വലിയ തോതിൽ ഇന്ധനവും ലാഭിക്കാൻ സാധിക്കും. കൃഷിയെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും ഒരുപോലെ ശക്തിപ്പെടുത്താൻ ഈ ഒരു മാറ്റം കൊണ്ട് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചരക്കു നീക്കത്തിന് പുറമെ പുതിയ റെയിൽവേ ലൈനുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ എന്നിവയുടെ നിർമ്മാണ രീതിയിലും വലിയ സുതാര്യതയാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. റെയിൽവേ പദ്ധതികൾ കൃത്യസമയത്ത് ഗുണനിലവാരത്തോടെ പൂർത്തിയാക്കാൻ തക്ക ശേഷിയുള്ള മികച്ച കരാറുകാരെ മാത്രമായിരിക്കും ഇനി മുതൽ ചുമതലപ്പെടുത്തുക. ഇതിനായി കരാർ തുകയുടെ 10% തുക പെർഫോമൻസ് സെക്യൂരിറ്റിയായി തുടക്കത്തിൽ തന്നെ ഈടാക്കും. പണി നടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ കവർ ചെയ്യാൻ പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. റെയിൽവേ വാഗൺ നിർമ്മാണ രംഗത്ത് വലിയൊരു മാറ്റത്തിനാണ് പുതിയ നയം തുടക്കം കുറിക്കുന്നത്. മുൻപ് വാഗണുകളുടെ ഡിസൈൻ അംഗീകാരത്തിനായി നേരിട്ടിരുന്ന വലിയ കാലതാമസം കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. പുതിയ ലളിതമായ നിയമങ്ങൾ വഴി ഈ രംഗത്തേക്ക് കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കടന്നുവരും. ആഗോള നിലവാരത്തിലുള്ള അത്യാധുനിക വാഗൺ ഡിസൈനുകൾ ഇനി മുതൽ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകും. വ്യത്യസ്ത തരം ചരക്കുകൾ കേടുപാടുകൾ കൂടാതെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഈ ആധുനിക വാഗണുകൾക്ക് സാധിക്കും. ആഭ്യന്തരമായി വാഗണുകൾ നിർമ്മിക്കുന്നതിനുള്ള ഉൽപാദനക്ഷമതയും വേഗവും ഇതോടെ വൻതോതിൽ വർദ്ധിക്കും. अब वैगन डिजाइन फुल्ली इंडस्ट्री अपनी तरफ से कर सकती है. रेलवे तो कर ही रहा अपना, लेकिन कोई इंडस्ट्री, मान लो स्टील की इंडस्ट्री है, स्टील इंडस्ट्री चाहे कि अलग तरह का वैगन बनाए, चाहे मिल्क इंडस्ट्री है, मिल्क इंडस्ट्री अपने हिसाब से अलग तरह का टैंक बनाना चाहे, मान लो केमिकल इंडस्ट्री है, एक अलग तरह का वैगन उसमें बनाना चाहे वो लोग,
मान लो प्लास्टिक्स इंडस्ट्री है, तो प्लास्टिक इंडस्ट्री कोई अलग तरीके से सोचे। जिस इंडस्ट्री को जिस तरह का वैगन चाहिए वो अपने प्रकार का वैगन प्रपोज कर सकते हैं। उस वैगन की डिजाइन को आरडीएसओ इवेल्युएट करेगा। इसमें हम फ्रीडम दे रहे हैं, नए तरह की बोगी लाना चाहो ले आओ, नया तरह का कपलर लाना चाहो लेके आ जाओ, नए तरह के कंपोनेंट्स लाना चाहो ले आओ। रेलवे का जो स्टैंडर्ड एसओडी जिसको कहते हैं, जो स्केड्यूल ऑफ डिजाइन है, उसको फॉलो करना पड़ेगा ताकि ब्रिज और टनल में जाके कहीं दिक्कत नहीं आए। रेलवे का जो एमएमडी है, मैक्सिमम मूविंग डायमेंशन से, यानी किसी कर्व पे अगर गए तो किसी पोल से आप टकराओगे नहीं, स्टेशन के अंदर आए तो एफओबी से टकराओगे नहीं। इन सब चीजों का एनवलप तय करने के बाद में कोई भी अगर इनोवेशन करना चाहे, दैट फर्म और दैट इंडस्ट्री कैन नाउ इनोवेट एंड कम आउट विद अ न्यू वैगन डिजाइन। വ്യാപാരികളുടെ ആവശ്യാനുസരണം പ്രത്യേക വാഗണുകൾ ലഭ്യമാക്കുന്നത് രാജ്യത്തെ വ്യാവസായിക വളർച്ചയ്ക്ക് പുതിയ വേഗം നൽകും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാത്രമല്ല പരിഷ്കാരങ്ങൾ. റെയിൽവേ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കുന്നതിനായി QR കോഡ് അടങ്ങിയ ഡിജിറ്റൽ സ്കിൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന വലിയൊരു പദ്ധതിയും ഇതിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട്. ഇത് തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കും. അതെ, ഭരണപരമായ സുതാര്യതയും അത്യാധുനിക സാങ്കേതിക വിദ്യയും മുൻനിർത്തി ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ഈ 8 ഘടനാപരമായ പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിന് പുതിയൊരു വേഗമാണ് സമ്മാനിക്കുന്നത്. കാര്യക്ഷമമായ ചരക്കുനീക്കവും സുരക്ഷിതമായ നിർമ്മാണ രീതികളും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമുള്ളതാക്കി മാറ്റും. വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുമ്പോൾ അതിന് ശക്തമായ കരുത്തു പകരാൻ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പൂർണ്ണ സജ്ജമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.